കേരളത്തിൽ ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? സുനിൽ, വളരെ ദാരുണമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. കാരണം തിരുവമ്പാടി വെടിപ്പുരയിൽ തൃശ്ശൂരിൽ പൂരത്തിന് മുന്നോടിയായിട്ട് സൂക്ഷിച്ചിരുന്ന പടക്കം പൊട്ടി 9 പേരാണ് മരിച്ചത്. ഈ പടക്കം പൊട്ടുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച, ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്, ഞായറാഴ്ച തമിഴ്നാട് വിതുര നഗറിൽ 22 പേരാണ് പടക്കശാല നിർമ്മാണത്തിൽ തിരിപിടിച്ച് മരിച്ചത്. അതിന് ഞെട്ടൽ മാറും മുൻപാണ് നമ്മുടെ ഈ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഈ ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് ഇതൊക്കെ നിരോധിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ചും കേരളം പോലെ വളരെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള വെടിക്കെട്ടും ആന എഴുന്നള്ളിപ്പും ഒക്കെ നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചില്ലേ? തീർച്ചയായും നിരോധിക്കേണ്ടുന്ന കാലം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസം ബാധിതയായി മാറിയ ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വളരെ ശക്തമായ നിയമനിർമ്മാണം നടത്തി വെടിക്കെട്ട് നിരോധിച്ച അസമയത്തുള്ള, അന്നേരം അതിനകത്ത് ഒരു ക്ലോസ് ഉണ്ട്, അസമയത്തുള്ള. അന്നേരം ഈ അസമയം എന്ന് ആരാണ് അനുമാനിക്കുന്നത്, അത് ഏത് പശ്ചാത്തലത്തിലാണ് കണക്കാക്കുന്നത് എന്നൊക്കെ വലിയ ഡിബേറ്റബിൾ ഇഷ്യൂവാണ്. അങ്ങനെ അസമയത്തുള്ള വെടിക്കെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരോധിച്ച സാഹചര്യം ഇവിടെ നിലവിലുണ്ടെങ്കിലും പല ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരായിക്കോട്ടെ, സാമുദായിക സംഘടനകളായിക്കോട്ടെ, സകലരും ഒത്തുചേർന്ന് ഇവർ ഉന്നത കോടതികളിൽ സുപ്രീം കോടതി വരെ പോയി അതിനെ ബൈപ്പാസ് ചെയ്യുന്ന ഏത് തരത്തിലാണോ കലാകാലങ്ങളായി ഇവിടെ വെടിക്കെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആന എഴുന്നള്ളിപ്പ് നടത്തുന്നത്, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസ അനാചാര പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനൊന്നും 1% പോലും മാറ്റമില്ലാതെ അഭംഗുരം തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഹരി പറഞ്ഞു, തമിഴ്നാട്ടിലുണ്ടായ 22 പേര് മരിച്ചു. അതുപോലെ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 9ഓളം പേരുടെ മരണം വന്നു. അങ്ങനെ വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ട് ഈ വെടിക്കെട്ട്. 52 മുതലുള്ള കണക്കെടുത്താൽ ഏകദേശം 400 പേരോളം കേരളത്തിൽ ഈ വെടിക്കെട്ട് അപകടം. അതെ, 1952 ശബരിമലയിലാണ് ആദ്യത്തെ വെടിക്കെട്ട് അപകടം ഉണ്ടാകുന്നത്. അന്ന് 60 പേരാണ് ആ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചത്. അതിനുശേഷം നമ്മൾ ഈ തൃശ്ശൂരിലെ ഇപ്പോഴത്തെ ഇന്നത്തെ അപകടം വരെ നോക്കുമ്പോൾ ഏതാണ്ട് 400 മേൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ ആന കുത്തിയുള്ള അല്ലെ ആന എഴുന്നള്ളിപ്പിനിടയിലുള്ള ആനയ്ക്ക് മതം പൊട്ടിയുള്ള ആന അക്രമാസക്തമായിട്ടുള്ള മരണങ്ങളും ഒരു കണക്കാര്യത്തിൽ പറയാം സുനിൽ. കാരണം 2024 9 പേരാണ് ആന കുത്തി മരിച്ചത്. കഴിഞ്ഞ വർഷം 25-ൽ 6 പേരാണ് മരിച്ചത്. അപ്പോൾ ഒരു വർഷം ശരാശരി 10 പേരെങ്കിലും ആനയുടെ ആക്രമണത്തിൽ കേരളത്തിൽ മരിക്കുന്നുണ്ട് അല്ലേ? കാട്ടാനയല്ല, നാട്ടാന. നമ്മുടെ ഈ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ആനയുടെ കാര്യമാണ് പറഞ്ഞത്. കാട്ടാനയുടെ ആക്രമണം വേറെ. ഇവിടെ നമ്മൾ ഈ പറയുന്ന ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളുടെ ആക്രമണത്തിൽ ഒരു വർഷം 10 പേരോളം മലയാളികൾ മരിക്കുന്നുണ്ട്. അതെ, അന്നേരം ഇങ്ങനെ നോക്കിയാൽ ഓരോ വർഷങ്ങളുടെയും കണക്കെടുത്താൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞതായിട്ട് കാണാം. അന്നേരം ഇതിന് ഇപ്രകാരമുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ നിയമനിർമ്മാണം നടത്തും, നിയമം ഉണ്ടാക്കും, അല്ലെങ്കിൽ കോടതി വിധികൾ ഉണ്ടാകും. പക്ഷേ അവയെല്ലാം മറികടന്ന് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും 100 കണക്കിന് ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുന്ന ആരാധനാലയങ്ങളിൽ വിവിധ സമുദായങ്ങളുടെ ഇപ്പോൾ ഈ ആന എഴുന്നള്ളിപ്പ് നടക്കുന്നുണ്ടാവാം, വെടിക്കെട്ട് നടക്കുന്നുണ്ടാവാം എന്നുള്ളതാണ് ഒരു ദാരുണമായൊരു സംഭവം. അന്നേരം അതുകൊണ്ട് തന്നെ ഇത് നിരോധിക്കേണ്ടുന്ന കാലം കഴിഞ്ഞു. പക്ഷേ ഇവിടെ നിയമമുണ്ടെങ്കിലും ഇത് നടപ്പിലാക്കുവാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ഭരണകൂടമായിക്കോട്ടെ, പോലീസ് സംവിധാനങ്ങളായിക്കോട്ടെ, കോടതികളായിക്കോട്ടെ വളരെ ഭയപ്പാടോടുകൂടിയാണ് ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അന്നേരം ഇതിനെയെല്ലാം വിശ്വാസത്തിൻ്റെ എന്ന ഒരു ലേബലിൽ ഈ കാണുന്ന പേക്കുത്തുകളെ, ഈ അന്ധവിശ്വാസങ്ങളെ, ഈ അനാചാരങ്ങളെയും ഈ 21-ാം നൂറ്റാണ്ടിലും ഈ കാണിക്കുന്ന ഈ പോക്രിത്തരങ്ങളെ ഒന്നോർക്കുക. ഇത് ദൈവത്തിനെ സൂചിപ്പിക്കാൻ ഒന്നോർക്കുക. വെടിക്കെട്ട് കണ്ട് മണ്ടയിലോട്ട് ഗുണ്ട് പൊട്ടുന്നത് കണ്ട് ഏത് ദൈവമാണ് സന്തോഷിക്കുന്നത്? അതെ, ഗുണ്ട് പൊട്ടുന്നത് കണ്ട് ആനന്ദിക്കുന്ന ദൈവം. അപ്പോൾ ആ മിണ്ടാപ്രാണിയായ ആനയുടെ നെഞ്ചത്ത് ഈ തടിയന്മാർ കയറി ഓരോ വിഗ്രഹങ്ങളും എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ സുഖിക്കുന്ന ദൈവം. അന്നേരം ഇത് നമ്മൾ ഒരു മതത്തെയും കുറ്റം പറയാല്ല, ഇതെല്ലാ മതങ്ങളിലും അല്ല. ഇവിടെ മതത്തിന്റെ കാര്യം പറയുമ്പോൾ സുനിൽ, ഇത് ഹിന്ദുക്കളുടെ മാത്രം. ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1984 തൃശ്ശൂരിലെ കണ്ടശങ്കടവ് പള്ളിയിൽ വെടിക്കെട്ട് അപകടം ഉണ്ടായി 20 പേരാണ് മരിച്ചത്. ക്രിസ്ത്യൻ പള്ളികളിലും ഈ നടക്കുന്നുണ്ട്. ഇതൊരു മതത്തിന്റെ പ്രശ്നമല്ല. ഇപ്പൊ തൃശ്ശൂരിലെ ഇപ്പം ഹരി അത് പറഞ്ഞപ്പോൾ ഓർക്കുന്നത്, തൃശ്ശൂരിലെ കത്തോലിക്ക ദേവാലയങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് റെയ്ഡ് ചെയ്യുവാണെങ്കിൽ
ടൺ കണക്കിന് വെടിമരുന്നുകൾ പിടിച്ചെടുക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ആരാധനാലയങ്ങൾ തൃശ്ശൂരിൽ തന്നെ ഉണ്ട്. കാരണം ഈ പള്ളിയുടെയും ഈ പള്ളി ഈ അരമന ഈ കിങ്ങിണികളുടെയും പ്രൗഢി കാണിക്കുന്നത് ആ വർഷത്തെ അവരുടെ വെടിക്കെട്ടിനെയും ഒക്കെ ആദ്യത്വം. അതെ, ഇതൊക്കെയാണ് ആഢ്യത്വം, ഇതൊക്കെയാണ് വിശ്വാസം എന്ന പേരിൽ ഈ കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂത്തുകൾ കൊണ്ട് എത്ര ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. അതായത് മരിച്ച് ജീവിക്കുന്ന എത്രയോ പേർ. അതായത് നമുക്ക് തൃശ്ശൂരിൽ നിന്നും ITV ന്യൂസിൽ തന്നെ ഒരു കിടപ്പുണ്ട്. ഒരു കത്തോലിക്ക സഭാംഗം, അദ്ദേഹം പള്ളിയുടെ തൊട്ടടുത്ത് ഗതികേട് കൊണ്ട് താമസിക്കുന്നു. 3 തവണ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അബോർഷനായി. ഈ ഗർഭം കലക്കിയ അമുട്ടുകൾ എന്ന് പറയുന്ന പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ തമാശ രൂപേണെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഗർഭം 3 തവണ അലസിപ്പോയി. ഇദ്ദേഹം ഇത് കാണിച്ച് കോടതിയിൽ പോയപ്പോഴും ഇവർ അതിനെ ബൈപ്പാസ് ചെയ്ത് സുപ്രീം കോടതി വരെ പോയി അവിടെ പൊട്ടിക്കാനുള്ള. അന്നേരം അവിടുത്തെ നിരവധി വീടുകളുടെ ചില്ലുകൾ തകരുക, അതുപോലെ ഹൃദ്രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഈ രോഗം അഗ്രവേറ്റ് ചെയ്യുക, കുഞ്ഞുങ്ങളുടെ മാനസിക നില തകർന്ന കുഞ്ഞുങ്ങൾ, ഈ വളരെ അതിശക്തമായ ഈ സ്ഫോടനം കേട്ട് കുഞ്ഞുങ്ങളുടെ സമനില തെറ്റിയ ആളുകൾ. ഇന്നും ഈ പുറ്റിങ്ങലിൽ ആ വെടിക്കെട്ട് അപകടത്തിന് ശേഷം ഇന്നും മനോനില തെറ്റിയ കുഞ്ഞുങ്ങൾ വീണ്ടും തിരികെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും വന്നിട്ടില്ല. കേരളയുടെ ഏറ്റവും വലിയ വെടിക്കെട്ട് 110 പേരാണ് അവിടെ മരിച്ചിട്ടുള്ളത്. 365 പേർക്ക് പരിക്കേറ്റു. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഏപ്രിലാണ്, 2016 ഏപ്രിലാണ് പുറ്റിങ്ങൽ അപകടം ഉണ്ടാകുന്നത്. 10 വർഷമായിട്ട് വിചാരണ പോലും തുടങ്ങിയിട്ടില്ല. അന്നേരം ആ സമയത്ത് ഞാൻ ഓർക്കുന്നു, ഞാൻ ട്രാവൻകൂർ മെഡിക്കൽ കോളേജിന്റെ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആ സമയമാണ്. അന്ന് ഞങ്ങൾ ആ കാണുന്ന വെളുപ്പിനെ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് പടുത വിരിച്ചിട്ടിട്ട് ഉടലില്ലാത്ത ശരീരങ്ങൾ, വയറില്ലാത്ത ശരീരങ്ങൾ, കൈ കാല് അവയവങ്ങൾ മാത്രം വാരി കൂട്ടി വിട്ടേക്കുന്നു. ഹോസ്പിറ്റൽ നിറഞ്ഞ് പേഷ്യൻറ്റിനെ കൊണ്ട് കിടക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നേരിട്ട് കണ്ട ഒരു അവസ്ഥ. ആ ഒരു വിറയൽ ഇപ്പോഴും ശരീരത്തിൽ നിന്ന് മാറിയിട്ടില്ല. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം. അതെ, അന്നേരം എന്ന് പറഞ്ഞാൽ അന്നേരം ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ ദൈവം എന്ന് വിളിക്കാൻ പറ്റും? കാരണം ദൈവത്തിൻ്റെ പേരിൽ കാണിക്കുന്ന ഈ കോപ്രായത്തരം കൊണ്ടും പൊള്ളത്തരങ്ങൾ കൊണ്ടും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും സ്വത്തുവകൾക്ക് നാശമുണ്ടാകുകയും, ഇതുപോലെ ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഇതും കൊണ്ട് ശബ്ദമലിനീകരണം, പരിസര മലിനീകരണം, വായു മലിനീകരണം, അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ഇതും കൊണ്ട് മനുഷ്യന് ഹാനികരമല്ലാതെ ഒന്നും തന്നെ നമുക്കുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അന്നേരം ഈ പറയുന്ന ഈ പ്രാകൃതമായ ഈ മാറ്റപ്പെടേണ്ട ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എത്ര പുരോഗമിച്ചു. ആനയും കൊണ്ടാണ് ഈ പറയുന്ന. അതെ, അന്നേരം നമ്മുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് എത്രയും വേഗം ഇവിടെ ഭരണകൂടത്തിന് ഒരു നട്ടലുണ്ടാവണം. ഇതുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ശക്തമായ നിലപാടുകൾ എടുക്കുന്നത് വഴി വോട്ട് ബാങ്ക് പോകുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തുള്ളവർ തങ്ങൾക്ക് എതിരാകുമോ എന്നുള്ള ആ ചിന്ത മാറി ഇറ്റ്സ് എ ഹൈ ടൈം ഒരു ശക്തമായ നടപടി എടുത്ത് ഇതിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്തേക്കുന്ന ആ തീരുമാനത്തെ എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്ന ബാധ്യത ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട്. എത്രയും വേഗം ഈ ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് പോലുള്ള നിയന്ത്രണങ്ങളും, അതുപോലെ തന്നെ ഈ അന്ധവിശ്വാസങ്ങളിൽ വരുന്ന, നമുക്കറിയാം തൃശ്ശൂർ എന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനം എന്നിവർ പറയുന്നുണ്ടെങ്കിലും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും തലസ്ഥാനം എന്ന് വേണം വിശേഷിപ്പിക്കാൻ. കാനാടി ചാത്തന്മാര്, കാനാടി മഠം, പേരെടുത്ത് പറയുമല്ലോ, മഷിനോട്ടം, വിഷമർക്കല്, കൂടോത്രം, പിന്നെ തത്തെ കൊണ്ട് കാടെടുപ്പിക്കുന്ന പരിപാടി, മറ്റേ എന്തു വേണ്ട എന്തൊക്കെ ഈ പ്രാകൃതമായ പരിപാടിയുണ്ടോ അതെല്ലാം ഈ തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അന്നേരം അതുകൊണ്ട് എത്രയും വേഗം ഈ അന്ധവിശ്വാസ, കഴിഞ്ഞ ദിവസം ഹരി തന്നെ ചെയ്ത ആ ഒരു വാർത്ത ഓർമ്മ വരുന്നു. ഈ അന്ധവിശ്വാസ അനാചാര നിയമനിർമ്മാണ കരട് ഇത് വർഷങ്ങളായിട്ട് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ വർഷത്തിലും ഈ അന്ധവിശ്വാസ അനാചാര കാറ്റഗറിയിൽ വരുന്ന ഈ വിഷയമായിട്ട് നിയമനിർമ്മാണം വരുന്നു എന്നുള്ള ഈ ഓലപ്പാമ്പെടുത്ത് വീശി കാണിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കച്ചവട ആൾക്കാർ ഇവന്മാരെ ചെന്ന് വേണ്ട പോലെ കാണും, അതായത് മതത്തിൻ്റെ ആൾക്കാർ കാണും. അതുപോലെ ഈ വെടിക്കെട്ടതിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു മാഫിയയാണ്. തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള, അതായത് മലയാളികൾ തന്നെ കോടികൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു വ്യവസായമാണ് ഈ പടക്ക വ്യവസായം എന്ന് പറയുന്നത്. നമ്മുടെ ശിവകാശി, തൊട്ടടുത്ത ശിവകാശി കേന്ദ്രീകരിച്ച് അതുപോലുള്ള ഒരു കുടിൽ വ്യവസായ യൂണിറ്റുകൾ എന്ന നിലയ്ക്ക് കോടികളുടെ ടേൺ ഓവറുകൾ പ്രതിവർഷം മറിയുന്ന, അതായത് ഇന്ത്യയിലേക്ക് വേണ്ടുന്ന, നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഈ ദീപങ്ങളുടെ ആഘോഷം വരുമ്പോൾ വെടിക്കെട്ടെന്ന് പറയുന്നത് മസ്റ്റാണ്. സൗത്തിലാണെങ്കിലും ശരി. അന്നേരം ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. അന്നേരം ഇതുപോലെ ഈ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു വാർത്തയിൽ കാണുവാനിടയായത്, തൃശ്ശൂരിൽ ഈ പടക്കം നിറച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധയായ ഒരു 56 വയസ്സുകാരി പാട്ടും പാടിക്കൊണ്ട് പറയുകയാണ്, ദൈവം ഞങ്ങളെ കാക്കും. കഴിഞ്ഞ
കഴിഞ്ഞ 46 വർഷമായിട്ട് ഞാൻ ഈ വെടിമരുന്ന് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വിശ്വാസമാണ്, ഇതൊരു തൊഴിലല്ല, ഞങ്ങൾക്ക് വിശ്വാസമാണ്, ദൈവം കാത്തും എന്ന് പറഞ്ഞ് അവർ ഷൂട്ട് ചെയ്ത് വഴിയിൽ ഇറങ്ങിയിലായിരുന്നു ഇത് ചിന്നിച്ചിതറി ആ ശരീരങ്ങൾ പോകുന്നത്. ഇവിടെ സുനിൽ 2 കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ സുനിൽ പറഞ്ഞ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്. കാരണം ഇത് വളരെ നമ്മൾ പറയപ്പോലല്ല, ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടും ആരെഴുന്നള്ളിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കടുത്ത വിശ്വാസമാണ് നിലനിൽക്കുന്നത്. അത് ഈ പറയുന്ന പോലെ ഹിന്ദു വിഭാഗങ്ങളിൽ മാത്രമല്ല, ക്രൈസ്തവ വിഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പെരുന്നാളുമായി ബന്ധപ്പെട്ട് വെടിക്കെട്ടും ആനയും വേണമെന്ന് നിർബന്ധിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അപ്പോൾ ഒന്നത് വിശ്വാസത്തിൻ്റെ പ്രശ്നം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പേരുണ്ട്. അവരുടെ അന്നം മുട്ടുന്നൊരു സംഭവമാണ് ഇത് നിരോധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതൊരു ബേസിക്കൽ പ്രതിസന്ധി. ഒന്ന്, വിശ്വാസത്തെ ഹനിക്കുന്നു, 2 ഈ തൊഴിൽ നിഷേധിക്കുന്നു. അങ്ങനെ 2 പ്രശ്നം വരും ഈ പറയുന്ന. എനിക്ക് അതിനോട് പൂർണ്ണമായ വിയോജിപ്പാണ്. കാരണം ഇത്തരം ഹസാഡസ് ആയിട്ടുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ കഞ്ചാവ് കൃഷി ചെയ്യുക, കഞ്ചാവ് കൃഷി ചെയ്യുന്നൊരു സമൂഹം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ തൊഴിലിനെ ബാധിക്കും. അതല്ലെങ്കിൽ കള്ളവാറ്റ് നടത്തുന്നവരുണ്ട്, അത് നൂറുകണക്കിന് അല്ലെ ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തും എന്ന് പറയുന്ന ലോജിക്ക് അതിനകത്തുള്ളൂ. അന്നേരം അതാ പറഞ്ഞേ, അവർക്ക് എല്ലാ മനുഷ്യനും ഈ തൊഴിൽ പഠിച്ചുകൊണ്ടല്ല വരുന്നത്. അന്നേരം അതുകൊണ്ട് അവർക്ക് ആപ്റ്റായിട്ടുള്ള, അവരെ പുനരധിവസിപ്പിക്കാൻ അവരുടെ പ്രായമോ അവരുടെ വിദ്യാഭ്യാസമോ സ്കില്ലോ അനുസരിച്ച് അവർക്ക് അനുയോജ്യമായ മറ്റു മേഖലകളിലേക്ക് സബ്സിഡി കൊടുക്കുകയോ ഗവൺമെൻറ് എയ്ഡ് കൊടുക്കുകയോ ട്രെയിനിങ് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് അവരെ ഒന്ന് പുനരധിവസിപ്പിക്കുക എന്നുള്ളത് ആ ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. അതല്ലാതെ നീ പടക്കം കെട്ടുന്നവന് എന്നാൽ അത് തന്നെ ചെയ്തു, അല്ലെ നീ മറ്റേ കള്ളവാറ്റ് നടത്തുന്നവനെ നീ അത് ചെയ്തു, അതിനെ എന്നിട്ടൊരു ഉപജീവനത്തിൻ്റെ ഒരു പരിവേഷം കൊടുത്ത് ഇതിനെ ഒന്നും പരിപോഷിപ്പിക്കുക എന്ന് പറയുന്നത് ആപത്താണ്. ഇനിയെങ്കിലും ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മൾ എന്താ പറയുന്നത്, ഈ പറയുന്ന AI യുഗത്തിൽ ജീവിക്കുമ്പോൾ പോലും ഇത്രയും പ്രാകൃതമായ പൈശാചികമായ ഒരു ദൈവത്തിന്, അതും ദൈവത്തിൻ്റെ പേരിൽ വിശ്വാസത്തിൻ്റെ പേരിൽ കാണിക്കുന്ന ഈ പേക്കൂത്തുകൾ നിരോധിക്കണം. അത് ഇവർക്ക് ബോധമില്ലെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ ഈ മൊത്തക്കച്ചവടക്കാരന്മാർ ഈ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ജനങ്ങൾ സംഘടിച്ച് ഓരോ മേഖലകളിലും, ഇത് ഒരു സർക്കാർ വിചാരിച്ചുകൊണ്ടോ ഭരണകൂടം വിചാരിച്ചുകൊണ്ടോ ഒന്നും അല്ല, ഓരോ പൗരന്മാരും. അതിനാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒന്ന് ഓർക്കുക, നമ്മളുടെ ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിൽ തന്നെ കൃത്യമായി സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 53A ക്ലോസ് H ഈ സയൻറ്റിഫിക് ടെമ്പർ യുക്തിസഹജമായി ചിന്തിക്കേണ്ടുന്നതും ഇത്തരം അനാചാരങ്ങളെ ചോദ്യം ചെയ്യേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ചും അപ്രകാരം ചോദ്യം ചെയ്യാനുള്ള റൈറ്റും ഓരോ പൗരനും നൽകിയിട്ടുണ്ട് എന്നിരിക്കെ ഇപ്രകാരമുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കാണുമ്പോൾ ഓരോ പൗരനും അതിനെതിരെ പ്രതികരിക്കുകയും അതിനെ നിയന്ത്രിക്കാനും അത്തരം പ്രവർത്തനങ്ങളെ തടയുവാനുമുള്ള ഒരു യത്നം ഒരു നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കൂ. സുനിൽ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് തോന്നുന്നു. കാരണം ഇത് ഓരോ പൗരൻ്റെയും ഒരു ധാർമ്മികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു അവകാശമാണ്. കാരണം ഇത്തരത്തിൽ നിരപരാധികളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഈ ആനയെഴുന്നള്ളിപ്പും അതേപോലെ തന്നെ വെടിക്കെട്ടും, അത് എത്ര വിശ്വാസത്തിൻ്റെ പേരിലായാലും അതിൻ്റെ കാലം കഴിഞ്ഞില്ലേ എന്ന് ചിന്തിക്കേണ്ടത് ഓരോ പൗരബോധമുള്ള ഓരോരുത്തരുടെയും, ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണ്. പ്രത്യേകിച്ചും മലയാളികളുടെ ഒരു വലിയ ഒരു നിയമപരമായിട്ടുള്ളതും ധാർമ്മികമായിട്ടുള്ളതും ആയിട്ടുള്ള സ്വയം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം തന്നെയാണ്. എന്തിനാണ് ഈ ആനയെഴുന്നള്ളിപ്പ്, എന്തിനാണ് ഈ വെടിക്കെട്ട്, ഈ പുരോഗമിച്ച കാലത്ത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും മലയാളികൾ സ്വയം ചോദിക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ ചർച്ച അവസാനിപ്പിക്കാൻ തോന്നുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.